പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ദിവസം വിശുദ്ധ നോയമ്പ് ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു മനോഭാവം സ്വീകരിക്കണം. എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു മിശിഹായ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഞാൻ നൽകുന്നുണ്ട്. ഓരോ ദിവസം ഞാൻ നോയമ്പ് ആചരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. എൻ്റെ ജീവിതം കർത്താവായ യേശു മിശിഹായുടെ ജീവിതത്തോട് ചേരുന്നുണ്ടോ? അത് ഓരോ ദിവസം ഈ നോയമ്പ് സമയത്തും പാപത്തിൽ നിന്ന് പാപത്തിലേക്കും ക്രിസ്തുവിൽ നിന്ന് അകന്ന് ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആയി ഞാൻ തീരുന്നുണ്ടോ? പ്രിയമുള്ളവരെ, പ്രത്യേകമായ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കർത്താവായ യേശു മിശിഹാ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. പിതാവായ ദൈവത്തിന്റെ ഇച്ഛയിലും ഛായയിലും സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ വ്യക്തികൾ കർത്താവായ യേശു മിശിഹായുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ജീവിക്കുന്നത് എന്നൊരു വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ ഇന്നും നിലനിൽക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ നോയമ്പിൽ കർത്താവായ യേശു മിശിഹാ സഭ ഈ നോയമ്പ് നൽകുമ്പോൾ സഭയുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ്, സഭയുടെ ഏറ്റവും വലിയ വിശ്വാസമാണ് ഓരോ വ്യക്തികൾ കർത്താവിലേക്ക് തിരിച്ച് കടന്നു വരും. കർത്താവിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ഈ സഭ ഈ നോയമ്പ് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ നോയമ്പിൽ നമ്മുടെ ചിന്ത വിഷയമായി നമ്മൾ ഏറ്റെടുക്കുന്ന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 28 വരെ തിരുവചനങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, യേശു ശിഷ്യന്മാരുള്ള അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു മിശിഹായുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കുരിശുണ്ടാകും. കാരണം സത്യത്തെ സ്നേഹിക്കാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തെ എത്രത്തോളം മറച്ചു വെക്കാൻ പറ്റും അത്രത്തോളം മറച്ചു വെക്കുന്ന ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവായ യേശു മിശിഹ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നീ നിന്നെ തന്നെ പരിത്യജിച്ച് വേണം ഈ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പുറകെ വരണം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ജീവിതത്തിലും കർത്താവിൻ്റെ പുറകെ പോയാൽ കുരിശ് നമ്മൾ ഏറ്റെടുക്കണം. പക്ഷേ ഓർക്കണം, ഈ താൽക്കാലികമായ സുഖത്തിന് വേണ്ടി നിത്യസുഖം കളയുന്നത് പോലെ കർത്താവായ യേശു മിശിഹായുടെ പുറകെ പോകുമ്പോൾ സങ്കടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ഉണ്ടായാലും പക്ഷേ നമ്മുടെ ആത്മാവിന് നിത്യജീവനം പ്രധാനമാണ് ദൈവം നൽകുന്നത്. അപ്പോൾ പ്രാധാന്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കർത്താവായ യേശു മിശിഹായോട് കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ക്രിസ്തുവെയാണ് മുമ്പിൽ നോക്കിക്കൊണ്ട് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ കർത്താവായ യേശു മിശിഹാ സ്വർഗത്തിൽ നിന്ന് വന്നു നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ അപ്പമായി മുറിക്കപ്പെട്ടതുപോലെ ഞാൻ എന്ന വ്യക്തി ഈ നോയമ്പിൽ ഈ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരനും സഹോദരിക്ക് വേണ്ടി ഞാൻ മുറിക്കപ്പെടണം. ഞാൻ മുറിക്കപ്പെട്ടാൽ എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. എൻ്റെ കർത്താവിൻ്റെ രാജ്യവും എൻ്റെ കർത്താവിൻ്റെ ശക്തി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ വിശ്വാസി ഏറ്റെടുത്ത നോമ്പ് വിശുദ്ധിയുള്ള നോമ്പായി തീരും. പാവനമായ നോമ്പ് വിശുദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെ നോയമ്പായി തീരും. പ്രിയമുള്ളവരെ, നമുക്ക് കേൾക്കാം, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവൻ കർത്താവായ യേശു മിശിഹാ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല. ഞാൻ ജീവിച്ചാലും എൻ്റെ ശരീരം നേരത്തെ തന്നെ ജീവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു. കാരണം കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ മാർഗം ഞാൻ സ്വീകരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത്? പ്രിയമുള്ളവരെ, പ്രത്യേകമായി മനസ്സിലാക്കണം, നമ്മൾ യോനയുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. യോന സത്യം പറഞ്ഞു, ഈ ഒരു ആപത്ത് നിങ്ങളുടെ മേൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാരണമാണ്. അപ്പോൾ ആ വ്യക്തികളോട് യോന ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ എടുത്ത് കളയുക, നിങ്ങൾ എന്നെ എടുത്ത് ഈ കടലിലോട്ട് വലിച്ചെറിയുക, നിങ്ങൾ രക്ഷപ്പെടും. ഒന്ന് ചിന്തിച്ചു നോക്കുകയെ, യോന ആ കപ്പലിൽ കയറിയോണ്ടാണല്ലോ ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ആപത്ത് കടന്നു വന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ കാരണം ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്കും ഒരു ആപത്തും കടന്നു വരാൻ പാടില്ല. കാരണം എൻ്റെ ആത്മാവിനെ ഞാൻ എത്രത്തോളം പിടിച്ചു വെച്ചാലും അത് നേർവഴിക്ക് നടക്കുന്നില്ലെങ്കിൽ, എൻ്റെ കർത്താവായ യേശു മിശിഹായോട് ചേർന്ന് നടക്കുന്നില്ലെങ്കിൽ ഈ ആത്മാവിനെ കൊണ്ട് എന്തർത്ഥം? പക്ഷേ എൻ്റെ ആത്മാവിനെ ഞാൻ കർത്താവായ യേശു മിശിഹായ്ക്ക് വേണ്ടി സമർപ്പിച്ച് കർത്താവിനോട് ചേർത്ത് വെച്ചാൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എൻ്റെ ആത്മാവ് സ്വർഗം എൻ്റെ ആത്മാവിനെ നേടിയെടുക്കും. പ്രിയമുള്ളവരെ,
ഒരുവൻ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? നമുക്ക് ധനമുണ്ട്, നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്, പക്ഷെ എൻ്റെ ആത്മാവിന് ജീവനില്ലെങ്കിൽ ഇതെല്ലാം ആരുടെയാണെന്ന് ചോദ്യം വീണ്ടും നമ്മുടെ മുമ്പാകെ സഭ ചോദിക്കുന്നു. നിനക്ക് ഒരു ജീവനല്ലേ ഉള്ളൂ, ആ ഒരു ജീവിതം നിനക്ക് സ്നേഹിച്ചൂടെ? ഒരു ജീവിതം നീ മറ്റു വ്യക്തികൾക്ക് വേണ്ടി, മറ്റു വ്യക്തികളുടെ ജീവിതത്തിന് വേണ്ടി നീ അത് സമർപ്പിച്ചുകൂടെ? ഓരോ ആത്മാവിന് വേണ്ടി അത് സമർപ്പിച്ചുകൂടെ? നീ മുഖേന അനേകം വ്യക്തി കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ കടന്നു വരികയും കർത്താവായ യേശു മിശിഹായുടെ ജീവിതത്തെ സ്വന്തം ജീവിതമാക്കി സ്വീകരിച്ചുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദാവീദിന്റെ പുത്രനായ ഈശോ നമ്മുടെ മേൽ കനിയും. നമ്മുടെ മേൽ ഈശോ കനിഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളുടെ പ്രാർത്ഥനകൾ സ്വർഗം കേൾക്കുകയും അനുഗ്രഹമാക്കി തരികയും ചെയ്യും. മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താൻ തങ്ങളുടെ പ്രവൃത്തികൾ അനുസരിച്ച് പ്രതിഫലം നൽകും. പ്രിയമുള്ളവരെ, നൊയമ്പിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പിതാവായ ദൈവം ഓരോ വ്യക്തിയെയും സൃഷ്ടിച്ചപ്പോൾ, ഓരോ വ്യക്തിയെ സൃഷ്ടിച്ച ശേഷം പിതാവായ ദൈവം എല്ലാം നല്ലതായിട്ടാണ് കണ്ടത്. പക്ഷെ പുത്രനായ ഈശോയ്ക്ക് മനസ്സിലായി, ലോകത്തിൽ കടന്നു വന്നപ്പോൾ തന്നെ ഈ ലോകത്തിൽ ജനിച്ച കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി കൽപ്പന പുറപ്പെട്ടു. അപ്പോൾ പിതാവ് എല്ലാം സൃഷ്ടിച്ച് നല്ലതാണ്. അപ്പം ഇന്നും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, പിതാവ് എങ്ങനെ സൃഷ്ടിച്ചോ ഈ ലോകത്തെ നല്ലത്, ഇഷ്ടത്തോടെ, തന്റെ ഛായയിലും സാദൃശ്യത്തിലും അതേ മനോഭാവത്തോടെ ഈ ലോകത്തിൽ നമ്മളും ജീവിക്കണം. പുത്രനായ ഈശോ പഠിപ്പിച്ചു, പരിശുദ്ധാത്മാവ് ഈ പഠിപ്പിച്ച കാര്യത്തിൽ ജീവിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നത് പോലെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് ഈ ലോകത്തെ പൂർണ്ണമായി കീഴടക്കിക്കൊണ്ട്, ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ലോകത്തിൽ ഓരോ നോയമ്പ് കടന്നു വരുമ്പോൾ ദാവീദിന്റെ പുത്രനായ ഈശോയെ, ഈ നോയമ്പ് കാലത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു പാപത്തെ, ഒരു അശുദ്ധിയെ ഞാൻ എന്നേക്കും എടുത്തു കളഞ്ഞുകൊണ്ട് നിന്റേതായി തീരാൻ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോനാഥ, ഈ നോയമ്പ് അനുഗ്രഹമായി തീരണമേ. ഈ നോയമ്പ് ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിച്ചുകൊണ്ട് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, എൻ്റെ വിശുദ്ധീകരണമാണ് ഞാൻ ആയിരിക്കുന്ന സഭയുടെ നവീകരണം. അപ്പോൾ എൻ്റെ വിശുദ്ധീകരണം മുഖേന ഞാൻ ആയിരിക്കുന്ന എൻ്റെ ഇടവക, എൻ്റെ സഭ നവീകരിക്കപ്പെടണം. അങ്ങനെ എൻ്റെ ഇടവക നവീകരിക്കപ്പെട്ടാൽ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം, പിതാവിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹം പ്രാപിക്കും. എല്ലാവരും ഭൂമിയിൽ നിന്നും ഒരുമിച്ച് സ്തുതിച്ചു പാടും. അത്തരം നിങ്ങൾ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ സമാധാനം ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സമാധാനം ഭൂമിയിൽ ഈ നോയമ്പ് സമയത്ത് നമുക്ക് പങ്കുവയ്ക്കാം. പിതാവിന്റെ സ്നേഹത്തിലും പിതാവിന്റെ ഛായയിലും സാദൃശ്യത്തിൽ ജീവിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി, നല്ലൊരു വിശ്വാസിയായി ജീവിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.